നമസ്കാരം, വൈസ് വൺ ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം സുമര. നമസ്കാരം. നമ്മൾ വളരെ കൂലങ്കഷമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധമായി ഉള്ള കുറേ വിഷയങ്ങളും. അതെ. ഇപ്പം ഇന്ന് അമ്മയുടെ താരസംഘടനയായ അമ്മയുടെ അമ്മ എന്ന് പറയാൻ പാടില്ല എന്നാണ്, AMMA എന്ന് പറയണം. അതെ. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വളരെ വെറ്ററനായ പ്രഗത്ഭനായ നടൻ സിദ്ദീഖ് ഇന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു. അത് അമ്മയിലുണ്ടായ അഭിപ്രായ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അമ്മ അംഗങ്ങൾ ഇദ്ദേഹത്തോട് താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് രാജിവെച്ചത്. ഇന്ന് സിദ്ദിഖിൻ്റെ രാജി കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റൊരു രാജി വാർത്തയും കൂടി വന്നു. അത് അക്കാഡമിയുടെ ചലച്ചിത്ര അക്കാഡമിയുടെ ചെയർമാനായ വിഖ്യാതനായ ചലച്ചിത്രകാരൻ സജി ചെറിയാൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ കലാകാരൻ ആയ എന്ന് അവകാശപ്പെടുന്ന ഈ രഞ്ജിത്ത് തൽസ്ഥാനം രാജിവെച്ചു. രണ്ട് രാജി വാർത്തകളാണ് ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിൽ പ്രഗത്ഭന്മാരെ ആയ ഒരുപാട് ആളുകളിൽ ഉൾപ്പെട്ടുകൊണ്ടാണ് ഇത് പുറത്തുവിടാത്തതെന്നും പ്രഗത്ഭരായ പല നടന്മാരും സംവിധായകരുടെയൊക്കെ തല ഉരുളാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്. ഇപ്പം നമുക്കറിയാം, ഇത് പുറത്ത് വിടരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അയാൾ സിനിമയിൽ എത്രത്തോളം സജീവമായിരിക്കുന്ന ആളാണെന്ന് എനിക്കറിയാൻ പാടില്ല, അങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നു. യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ നിറയുകയാണ്. ഇപ്പം ദിലീപിൻ്റെ അറസ്റ്റ്, നടിയാക്രമണം, അങ്ങനെ തുടങ്ങി. എങ്ങനെയാണ് സുമേറിന് ഈ വിഷയവും ഇനി ഇൻഡസ്ട്രിക്ക് ഉണ്ടാകാവുന്ന ഡാമേജിനെയൊക്കെ നോക്കിക്കാണുന്നത്? അല്ല, വലിയൊരു എന്താ പറയുക, ദുരന്ത മുഖത്താണ് ഇപ്പം നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ രണ്ട് പ്രബല കക്ഷികളാണ്. രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരു പരാജയം ഏറ്റുവാങ്ങി പിന്മാറുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ടല്ലോ. പിന്നെ അവരൊക്കെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയല്ല, അത് അന്വേഷണ വിധേയമായിട്ട് നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും എന്നൊരു ഇതാണ് അതിൻ്റെ അമ്മയുടെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പറഞ്ഞ അങ്ങനെ ആ ഒരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കുറേ നാളുകളായിട്ട് സിനിമയെ എന്തോ ഒരു ചെകുത്താൻ്റെ ഒരു ഉപദ്രവം പോലെ പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ പൊതുവായ ആർക്കും തടയാനാവാത്തൊരവസ്ഥയാണ്. കൊറോണ സിനിമയെ അടിമുടി തകർത്ത ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് സിനിമ വീണ്ടും മുന്നോട്ട് പച്ച പിടിക്കുന്നു എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ പിന്നെയും തിയേറ്ററിലേക്ക് വരികയാണ്. കൂടുതൽ സിനിമകൾ ഉണ്ടാകുന്നു, കുറേ നവീകരണങ്ങൾ ഉണ്ടാകുന്നു, സിനിമയിൽ സാങ്കേതികമായ മികവുകളുണ്ടാകുന്നു. അങ്ങനെ സിനിമ ഒരു പുതിയ പാതയിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഈ നടൻ ദിലീപിൻ്റെ കേസടക്കം പിന്നീട് ഒട്ടേറെ വിഷയങ്ങൾ സിനിമയെ ബാധിച്ചിട്ടുണ്ട്. അതൊന്നും വിട്ടുമാറുന്നില്ല. ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ സിനിമയെ വല്ലാതെ അലട്ടുന്നു, സിനിമ നശിപ്പിക്കുന്നു, സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ വലിയ ഗുരുതരമായ രീതിയിൽ തടസ്സം നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ചെറിയ ഘടകങ്ങളായിട്ടുള്ള ചെറിയ സിനിമകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. നമുക്കതിന് ഏറ്റവും പറയാൻ പറ്റുന്നൊരു കാര്യം ഈ പുതിയ തലമുറയുടെ അവരുടെ സിനിമകൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ സിനിമയുടെ ഒരു പുതിയ എന്താ പറയുക, ഒരു വെളിച്ചമാണല്ലോ, പ്രകാശത്തിലേക്ക് സിനിമ കടന്നു വരുന്നു, ഒരു നല്ല പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വലിയ തലമുറ സിനിമയിൽ നിന്ന് പിന്നോട്ട് മാറുന്നൊരവസ്ഥ കൂടിയുണ്ട്. ഈ മുതിർന്ന ആർട്ടിസ്റ്റുകൾ, സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം കുറയുന്നുണ്ട്, സ്ത്രീ കഥാപാത്രങ്ങൾ കുറയുന്നുണ്ട്, അമ്മ കഥാപാത്രങ്ങൾ ഇല്ലാതെ പോകുന്നു. നമ്മുടെയൊക്കെ തലമുറ കണ്ടിട്ട് ഒരുപാട് അമ്മമാരിപ്പോൾ കാണാനില്ല സിനിമയിൽ. അമ്മമാരില്ല, അച്ഛന്മാരില്ല, മുതിർന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പൊ ആവേശം പോലെയുള്ള സിനിമകളൊക്കെ അത് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുള്ളൂ. പക്ഷെ ഈ എന്തുകൊണ്ടാണ് എന്നതിന് തക്കതായ കാരണങ്ങളൊക്കെ നിർത്താൻ പറ്റും. സിനിമയുടെ പരാജയ കാരണങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ഒന്നും അത് അംഗീകരിക്കാനോ അതിനെ മറികടക്കാനോ അതിനൊക്കെ ചികിത്സിച്ച് ഭേദമാക്കി ഒരു പുതിയൊരവസ്ഥയിലേക്ക് പോകാൻ സിനിമാക്കാരുടെ ഭാഗത്തു നിന്നൊരു നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല. എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു കാര്യം വെച്ചാൽ സിനിമയിൽ രാഷ്ട്രീയക്കാരുടെയും മറ്റ് ബിസിനസ്സുകാരുടെയൊക്കെ ചില സാന്നിധ്യവും അവരുടെ ഇടപെടലുകളാണ് പലപ്പോഴും
ഈ സിനിമയെ മറ്റ് മേഖലകളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകാൻ തോന്നിയിട്ടുണ്ട്. കലാകാരന്മാരെ സിനിമ യഥാർത്ഥത്തിൽ സുമേറിനെ അറിയാം. സിനിമ ഏറ്റവും വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സിനിമ ഒരു കച്ചവടം തന്നെയാണ്. കച്ചവടം ബിസിനസ്സാണ്. മറ്റ് ബിസിനസ് പോലെയല്ല, വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഇപ്പം നേരത്തേക്കാണെങ്കിൽ താരങ്ങൾ വേണമായിരുന്നു സിനിമ വിജയിക്ക്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് താരങ്ങൾ ആവശ്യമില്ല. നല്ല കഥയും നല്ല കെട്ടുറപ്പ് ഉണ്ടെങ്കിൽ, അത് പറയുന്ന രീതിക്കൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ആളുകൾ കാണും എന്നൊരവസ്ഥയായി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിരുന്നു സിനിമ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഫാമിലി മാറിയിട്ട് യൂത്ത് സിനിമയെ വിജയിപ്പിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടായി. ഇപ്പൊ ആവേശമൊക്കെ വൻതോതിൽ വിജയിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഫാമിലി ആയിരുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ആവേശത്തിൽ വളരെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മദ്യപാനവും ആനന്ദം. ആവേശം നമ്മളെ ഫഹദിന്റെ അതിൽ മദ്യപാനത്തെയും അതുപോലെ തന്നെ മറ്റ് നമ്മളിപ്പോൾ ശരിക്കും ഒരു 10 വർഷം മുന്നേ ആണെങ്കിൽ ഒരു ദിവസം പോലും സിനിമ തിയേറ്ററിൽ ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണ് ആയിരുന്നത്. പക്ഷേ സിനിമയിലുണ്ടായ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ആ സിനിമ ഭയങ്കരമായി ആഘോഷിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാം. എടാ മോനെ എന്നുള്ള വിളി ഇപ്പം എല്ലാ ഭയങ്കര ട്രെൻഡായി മാറുന്നു. അപ്പൊ അത്തരത്തിലുള്ള സിനിമകൾ വിജയിക്കുന്നത് മാറി, നമ്മുടെ സിനിമാ സങ്കല്പങ്ങൾ മാറി എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അപ്പം ഇതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായതും ഒക്കെ. ഇപ്പം ദിലീപ് പ്രതിയായ നടി ആക്രമണ കേസ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ അത് വലിയ ചർച്ചയാവുന്നു. മലയാള സിനിമ യഥാർത്ഥത്തിൽ മാതൃകയായിരുന്നു. മലയാള സിനിമ മറ്റ് ഇപ്പം തമിഴ് സിനിമ പോലെയോ കന്നഡ സിനിമ പോലെയോ ഒന്നും ആയിരുന്നില്ല, അല്ല ഹിന്ദി സിനിമ പോലെ ആയിരുന്നില്ല. വളരെ നല്ല ഇൻഡസ്ട്രിയാണ് എന്നുള്ള പേരൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ ദിലീപ് വിഷയം ഉണ്ടാകുന്നത്, നടി ആക്രമണ കേസ് ഉണ്ടാകുന്നത്, ദിലീപ് ജയിലിൽ പോകുന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു. ശരിക്കും ഇന്ത്യയിൽ തന്നെ വളരെ ഞെട്ടിപ്പിച്ചൊരു സംഭവമായിരുന്നു. ഇത് മലയാള സിനിമയെ വല്ലാത്ത രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം ദിലീപ് നായകനായിട്ട് വന്ന സിനിമകളൊന്നും പിന്നീട് ക്ലച്ച് പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഏറ്റവും ലാസ്റ്റായിട്ട് വന്ന സിനിമ എന്താണ്, ആ സിനിമയുടെ പേരുണ്ടായിരുന്നത്, അല്ല ഈ ബാന്ദ്ര എന്നുള്ളൊരു സിനിമ അല്ല ബാന്ദ്ര വന്നു. ബാന്ദ്ര ശരിക്കും വലിയ ബിഗ് ബജറ്റ് സിനിമയായിരുന്നു. അരുൺ ഗോപി ആയിരുന്നു. അരുൺ ഗോപിന്റെ ആദ്യത്തെ സിനിമ അദ്ദേഹത്തിന്റെ ആയിരുന്നു. അത് രാമലീല എന്നുള്ള സിനിമ പ്രതിസന്ധി ഘട്ടത്തിൽ ഇറങ്ങിയാണ്. ആ സിനിമയൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. സ്റ്റോറി ബേസ്ഡ് അങ്ങനെ വലിയ സംഭവം ഒന്നും അല്ലെങ്കിൽ പോലും അത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. പക്ഷെ ബാന്ദ്ര എന്നുള്ള സിനിമയൊക്കെ യഥാർത്ഥത്തിൽ ഭയങ്കര ബോറായിരുന്നു. അതിനുശേഷം കേശുവീരനാഥ് എന്നൊക്കെ പറഞ്ഞ ചില സിനിമകൾ വന്നു, അതും ഭയങ്കര ബോറായിരുന്നു. പിന്നീട് അവസാനം ഇപ്പൊ ദിലീപിന്റെ വന്ന എന്താണ് ആ സിനിമയുടെ പേര്, പവി കെയർ ടേക്കർ എന്നുള്ള സിനിമ, വിനീത് ആയിരുന്നു അതിന്റെ സംവിധായകൻ. അതും ഭയങ്കര മോശമായിപ്പോയി. അത്തരത്തിൽ സിനിമയിൽ വലിയ തിരിച്ചടികളാണ് ദിലീപ് ഉണ്ടാക്കിയത്. മാത്രമല്ല ദിലീപ് ഉൾപ്പെട്ട ഈ കേസോടുകൂടിയാണ് സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ പീഡനങ്ങളും ചൂഷണങ്ങളും ലൈംഗിക ചൂഷണങ്ങളും വ്യാപകമായി നടക്കുന്ന പരാതി ഉണ്ടാകുന്നതും സർക്കാർ ഇത് പഠിക്കാൻ വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ വെക്കുന്നതൊക്കെ. 4 വർഷം മുന്നേ റിപ്പോർട്ട് കിട്ടുകയും പോലും അത് പൂർത്തിവെച്ച് ഇവിടെ വരെ എത്തിച്ചു. യഥാർത്ഥത്തിൽ ഇത് മലയാള സിനിമയ്ക്ക് തിരിച്ചടി ഉണ്ടാവും എന്നുള്ള മുൻകൂട്ടി കണ്ടിട്ടാണോ ഇത് ഒരു സർക്കാർ ഇത് പൂർത്തിവെച്ചിട്ടുണ്ടാവുക? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് തോന്നാം, ആരെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ഒരു സർക്കാരിനൊരു തണുപ്പൻ നയം സ്വീകരിച്ചു. പക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ് നമ്മുടേത്. കേരളം വലിയ സാംസ്കാരിക കേരളം ആയിട്ടൊക്കെ നമ്മൾ ഊറ്റം കൊള്ളുന്ന ആൾക്കാരെ പല കാര്യങ്ങളും. അതൊക്കെ കാപട്യമല്ലേ? ശരി, തീർച്ചയായിട്ടും അതൊന്നും അല്ല, അത് കാപട്യമാണെന്നാണ് ഇപ്പൊ തെളിയുന്നത്. ജനാധിപത്യത്തിന്റെ കാര്യത്തിലും സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലും തുല്യതയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ ലിംഗനീതിയുടെ എല്ലാ കാര്യത്തിലും നമ്മൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും നമ്പർ 1 കേരളം, നമ്പർ 1 എന്നുള്ള പ്രയോഗം. ആ ഒരു കേരളത്തിലാണ് ഇത്തരമൊരു അവസ്ഥയുണ്ട്. ഒരു ജസ്റ്റിസ് നടത്തി ഇത്രയും വലിയ ഒരു പഠനമല്ലേ, വിശദമായ പഠനമാണ്, ചെറിയ കാര്യമല്ല. അപ്പം അങ്ങനെ ഒരു കമ്മീഷൻ കണ്ടെത്തിയ ഒരു വലിയ റിപ്പോർട്ട്, അത് ഭയാനകമായ ഉള്ളടക്കമുള്ള റിപ്പോർട്ട്, വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന റിപ്പോർട്ട്, അത് പൂഴ്ത്തിവെക്കുക, പിന്നീട് അതിൻ്റെ വിവരങ്ങൾ പുറത്തു പോകുന്ന ഘട്ടം വരെ അതിനെങ്ങനെയെല്ലാം തടയിടാം എന്നാണ് ശ്രമങ്ങളുണ്ടായത്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ സർക്കാരിൻ്റെ, അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ ഇടപെടലുകൾ സിനിമയിൽ ശക്തമാണ്. സിനിമയിലെ പ്രബലരെന്ന് പറയുന്ന പ്രബലരെന്ന് വെച്ചാൽ അവരുടെ ഈ ആവിഷ്കാരത്തിൻ്റെ അല്ല അവരുടെ ക്വാളിറ്റി അല്ല, അവരുടെ ചില ബലങ്ങളുടെ അവരുടെ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് അവരൊക്കെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നവരാണെന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിനുണ്ട്. ചലച്ചിത്ര മേഖലയിലുള്ള ഈ കീഴ്ഘടകങ്ങളിൽപ്പെട്ടവരെല്ലാം അവരുടെ മുമ്പിൽ ഈ നമ്മുടെ ഈ പൊതുവെ രഞ്ജിത്തിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ ഒരു ഈ മാടമ്പി സംവിധാനം, മാടമ്പിത്തരം, ആ പഴയ മാടമ്പിത്തരം, ആ ഒരു സിസ്റ്റത്തിനെ
കാണുന്നത് കൊണ്ടാണ് ഈ പലപ്പോഴും ഈ പറഞ്ഞ കീഴ്ഘടകങ്ങൾ ഇങ്ങനെ പേറാൻ മൂളുകളായിട്ട് നിൽക്കേണ്ടി വരികയും സർക്കാരിൻ്റെ ഏജൻസികളായിട്ട് സർക്കാർ മന്ത്രിമാരടക്കം അല്ലെങ്കിൽ മന്ത്രിമാരുടെ മക്കൾ അടക്കം വലിയ രാഷ്ട്രീയ ബന്ധമുള്ള ആൾക്കാർ ഇപ്പോഴത്തെ സിനിമാക്കാരെല്ലാവരും തന്നെ. അതുകൊണ്ടാണ് ഒരു പരിധിവരെ ഇതിനൊരു തടയിടുകയും അത് പുറത്തു പോകുന്ന ഘട്ടത്തിൽ അതിനേതെല്ലാം രീതിയിൽ ലളിതവൽക്കരിക്കാൻ പറ്റും, അത് വലിയ കഴമ്പുള്ള കാര്യമല്ല എന്ന രീതിയിൽ മന്ത്രിമാർ നേരിട്ട് പ്രസ്താവനകൾ ഇറക്കി. സിനിമാ മന്ത്രി, സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ അങ്ങനെയല്ലേ പറഞ്ഞത്, മുഖ്യമന്ത്രി എല്ലാത്തിനും മൗനം പാലിച്ചു. അവസാനം ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് ഇവർ രാജിവെക്കേണ്ടി വരുന്നത്, രഞ്ജിത്ത് രാജിവെക്കേണ്ടി വരും. അല്ല, ഈ രഞ്ജിത്തിനെതിരെ ശരിക്കും പറഞ്ഞാൽ നേരത്തെ തന്നെ വലിയ രീതിയിൽ ആരോപണം ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ അവാർഡിൽ രഞ്ജിത്ത് വലിയ ഇടപെടൽ നടത്തി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ IFFK സിനിമ സെലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ മാത്രം പരിഗണിക്കുന്നു എന്നുള്ളത്. 2 തവണത്തെ അവാർഡിലും വലിയ രീതിയിൽ പക്ഷപാതിത്വം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആരോപണം. ഇപ്പം തന്നെ വലിയ രീതിയിൽ പക്ഷപാതം കാണിക്കുകയും ഈ 9 അവാർഡുകൾ വാരിക്കോരി ആടുജീവിതത്തിനൊക്കെ കൊടുക്കുന്ന ഇത്രയൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇത്തരത്തിൽ പക്ഷപാതവും അതുപോലെ തന്നെ താൻ പ്രമാണിത്വവും അഹങ്കാരവും ഒക്കെ കാണിക്കുന്ന ഒരു സിനിമാ പ്രവർത്തകൻ എന്തുകൊണ്ടാണ് LDF സർക്കാർ ഇത്രയേറെ പരിഗണിച്ചിട്ടുണ്ടാവും? എന്തായിരിക്കും അതിന്റെ പിന്നിൽ? അത് ഈ രാഷ്ട്രീയ ബന്ധം തന്നെയായിരിക്കും. ഇടത് സഹയാത്രികൻ എന്നൊരു വിശേഷം, സഹയാത്രികർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, മറ്റ് നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് സഹയാത്രികർ. ആ ഒരു സഹയാത്രികൻ എന്ന ഒരു ലേബലിലാണ് പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാളും വലിയ ആഴത്തിലുള്ള ബന്ധം പലപ്പോഴും മീഡിയ മാധ്യമങ്ങൾ, ടെലിവിഷൻ മാധ്യമങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ CPM ജനറൽ സെക്രട്ടറി നമ്മുടെ MV ഗോവിന്ദൻ മാഷ്ടം മകൻ്റെ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ സ്വാധീനം. പിന്നെ വിജയേട്ടൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്, സജി ചെറിയാനെ സജി എന്നാണ് വിളിക്കുന്നത്. അത്രയും വിജയേട്ടൻ എന്ന് വിളിക്കാൻ മാത്രം, മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയേട്ടാന്ന് വിളിക്കാൻ മാത്രമുള്ള ബന്ധമുള്ളൊരു അടുപ്പ് അവർ തമ്മിലുണ്ടാവാം. മിനിസ്റ്ററെ വേദിയിലിരുത്തിക്കൊണ്ട് സജിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നൊരു പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം ഒരു പരിധിവരെ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തി. പക്ഷെ അവസാനം കലവടച്ചു, ഒരു നിവൃത്തിയില്ലാണ്ടായിപ്പോയി. കാരണം ഈ ചലച്ചിത്ര അവാർഡല്ല, ചലച്ചിത്ര മേളയുടെ വേദി ഈ വീട്ടിലെ 2 തവണ കൂവിയിട്ടുണ്ട്. കൂവി. അപ്പൊ പുള്ളി പറഞ്ഞ എന്താണ്, പട്ടിയെ കുറിച്ച് വീട്ടിൽ വളർത്തുന്ന നായ്ക്കളോടാണ് ഈ ജനാധിപത്യത്തിൽ വിയോജിക്കാനുള്ള അവകാശമുണ്ടല്ലോ, കൂവാനുള്ള അവകാശമുണ്ട്, കൂവാൻ പാടില്ല എന്നും പറയാൻ പാടില്ല. അത് നമ്മുടെ വിയോജിപ്പല്ല, നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുന്ന ഒരു വികാരമാണ്. അതിനെ പുള്ളി കണ്ടത് വീട്ടിലെ വളർത്തുന്ന നായ്ക്കളായിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു രാജ്യാന്തര വേദിയിൽ, വലിയ പൊതുസമൂഹം ശ്രദ്ധിക്കുന്ന വേദിയിൽ നിന്നൊക്കെ അങ്ങനെയൊക്കെ ധാർഷ്ട്യം കാണിച്ചില്ലേ, ചെറിയ കാര്യമല്ല. ഒരു പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആരും അത്ര ഒരു ധാർഷ്ട്യം കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അനുഭവത്തിൽ. ഇപ്പൊ ഈ കഴിഞ്ഞ തവണത്തെ അവാർഡിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് സംവിധായകൻ വിനയൻ രംഗത്ത് വരികയും, വിനയൻ ഇദ്ദേഹത്തെ മാറ്റണം, ഇദ്ദേഹത്തെ നിലനിർത്തുന്നത്, അക്കാദമിയുടെ തലപ്പത്തിരുത്തുന്നത് വലിയ അപകടകരമാണ് എന്നുള്ളത് കൃത്യമായ സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി മന്ത്രിയെ തന്നെ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. മന്ത്രിയുടെ PAയോട് കൃത്യമായി പരാതി പറഞ്ഞിട്ടുണ്ട്, ദീർഘമായ പരാതി എഴുതി തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. വിഷയം പഠിച്ചതിന് ശേഷം അതിലൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് സജി ചെറിയാൻ പറയുന്നു. പക്ഷേ വിഷയം പഠിക്കാനോ ഒന്നും തയ്യാറായില്ല എന്നാണല്ലോ പിന്നെ നമ്മൾ കാണുന്നത്. അദ്ദേഹം തുടരുന്നു, വീണ്ടും അദ്ദേഹം ഈ IFFK ഇടപെടുന്നു, അതുപോലെ തന്നെ സിനിമ അവാർഡിൽ പിന്നെയും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം ഇരുന്ന 3 വർഷത്തെ അവാർഡിൽ അദ്ദേഹം ഭയങ്കരമായ ഇടപെടൽ നടത്തി, കൈയിട്ട് വാരലൊക്കെ നടത്തി, പലർക്ക് അയാൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരായ ആളുകൾക്ക് മാത്രം അവാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പം ഇത്തരത്തിൽ ഭയങ്കരമായ പക്ഷപാതം കാണിക്കുന്ന ആളാണെന്ന് തെളിവ് സഹിതം നൽകിയിട്ട് പോലും സർക്കാർ അതിലൊന്നും യാതൊരു തരത്തിലുള്ള നിലപാടും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ മറ്റൊരു പരാതിയോടുകൂടിയാണല്ലോ ഇപ്പോൾ രാജിവെച്ച് പോകേണ്ടി വരുന്നത്. ഇത് ചെറിയ പരാതിയല്ല. കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ പരാതി വരുന്നത്. ഇപ്പം ഹേമ കമ്മീഷന് മൊഴി കൊടുത്തവരല്ല ഈ 2 ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നമ്മൾ കാണും. ഇപ്പൊ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയും അതുപോലെ തന്നെ ബംഗാളി നടിയും, രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ബംഗാളി നടി, 2 പേരും ഹേമ കമ്മീഷൻ മുൻപാകെ വന്നവരല്ല. അപ്പം ഇതിലൊന്നും അല്ലാത്ത, ഇതിനും അപ്പുറത്തേക്ക് ഹേമ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത് പോലെയുള്ള വലിയ പവർ ഗ്രൂപ്പുകൾ ഉണ്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാവാം. കാരണം വെച്ചാൽ രഞ്ജിത്ത് ഒരു സംവിധായം മാത്രമല്ല, ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ആ തലപ്പത്തിരുന്ന് സ്വാഭാവികമായിട്ട് അദ്ദേഹം കാണിക്കേണ്ട ഒരു നീതിയുടെയും നൈതികതയുടെയും മനുഷ്യാവകാശത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഒരു സാംസ്കാരിക സ്ഥാപനം കൂടിയല്ലേ. അപ്പോൾ ഒട്ടും സംസ്കാരമില്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ പൊതുവേദിയിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്.
അതിനെല്ലാം ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോൾ ഈ ചലച്ചിത്ര അക്കാദമിയും അതുപോലെ തന്നെ KSFDC ഒക്കെ എന്ന് പറയുന്നത് ഈ സ്ഥാപനങ്ങളൊക്കെ മലയാള സിനിമയെ സംരക്ഷിക്കാനും വളർത്താനും വേണ്ടിയിട്ടുണ്ടാക്കിയ ആണല്ലോ. ഇപ്പൊ ഈ IFFK നടത്തുന്ന തന്നെ യഥാർത്ഥത്തിൽ ഒരു സിനിമാ സംസ്കാരം വളർത്തിയെടുക്കാനും നല്ല സിനിമകൾ ആളുകൾക്ക് കാണാനും ഒക്കെ മലയാള സിനിമയെ കുറച്ചും കൂടി ലോക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ഒരു പഠനത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണല്ലോ ഈ മേള നടത്തുന്നത്. അല്ലാതെ വിദേശത്തുള്ള കുറെ ആളുകൾക്ക് പണം കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ. അപ്പൊ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഈ സ്ഥാപനത്തിന്റെ ചെയർമാനായിട്ട് ഇരിക്കുന്ന അദ്ദേഹം സഞ്ചരിക്കുന്നതും ഒക്കെ ജനങ്ങളുടെ പണം കൊണ്ടാണ്. ഇപ്പൊ സർക്കാരിന്റെ പണം എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണമാണ്. അപ്പൊ ഇത്രയൊക്കെ പണം ഒരാൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം സിനിമാക്കാരോടോ അല്ലെ പൊതുജനത്തോടോ ഒന്നും ഒരിക്കൽ പോലും മാന്യമായി പെരുമാറാനോ നല്ല രീതിയിൽ സംസാരിക്കാനൊന്നും തയ്യാറാവുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇത് യഥാർത്ഥത്തിൽ മലയാള സിനിമയ്ക്ക് ഇതൊരു വലിയ ശാപമായി മാറിയെന്ന് തന്നെ വേണം പറയാൻ. 3 വർഷക്കാലം മലയാള സിനിമയുടെ ഇരുണ്ട യുഗം എന്ന് വേണം പറയാം. ഇപ്പൊ അതിന് മുന്നേ ചെയർമാനായിരുന്ന കമലിനെതിരെയും ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഒരു ആരോപണം വന്നിരുന്നു. പക്ഷെ അത് പിന്നീട് എന്തായി നമുക്കറിയില്ല. അപ്പൊ ഇവര് ഇപ്പം സർക്കാർ പറയുന്നത് സിനിമാ മേഖലയിൽ കമലിനൊരു ജാതീയമായൊരു വിവേചനം കൂടി അദ്ദേഹം നേരിടേണ്ടി വന്നു. അത് പിന്നെ BJPയുടെ ഭാഗത്തു നിന്ന് ചെറിയ വിഷയങ്ങൾ ഉണ്ടായെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിൽ ഒക്കെ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് തോന്നിയത് അങ്ങനെയല്ല. അത് കമലിനെ ആ രീതി ടാർഗറ്റ് ചെയ്തല്ല. ഈ ഒരു വിഷയം അതായിരുന്നില്ല. ലൈംഗികാരോപണം വന്ന അങ്ങനെയല്ല. സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയാണ്. ആ പരാതിയിൽ എന്താണ് സർക്കാർ പിന്നെ മുന്നോട്ട് പോയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലുള്ള കുറെ വിഷയങ്ങൾ ഉണ്ട്. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ കേസെടുത്തു. അത് LDF സർക്കാരിനെ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മേന്മയായിട്ടാണ് അത് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിനിമാ മേഖലയിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഗുണകരമാവുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ കമ്മിറ്റിയിൽ അതിൻ്റെ റിപ്പോർട്ടിലുള്ള അടിസ്ഥാന തത്വങ്ങൾ പാലിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് സിനിമാ മേഖല ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. ഈ രാജിയും അല്ലെ ഈ ആരോപണങ്ങളെ ഒരു തരത്തിൽ ഇപ്പം സിനിമയെ മൊത്തം ഒന്ന് പിടിച്ചുലച്ചിട്ടുണ്ട്. അത് ശരിക്കും ഈ ഇൻഡസ്ട്രിയെ പ്രതികൂലമായി ബാധിക്കുമോ? സ്വാഭാവികം ബാധിക്കുമല്ലോ. ഏത് ബിസിനസ്സിന് ഇത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പക്ക കച്ചവടമാണല്ലോ. ഒരു കച്ചവട സ്ഥാപനത്തിന് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ദിവസം കട അടച്ചിടേണ്ടി വരും, സ്ഥാപനം അടച്ചിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. പിന്നെ ഒരു സിനിമയുടെ ഒരു സാംസ്കാരിക മുഖത്തിന് വലിയ മങ്ങലേറ്റിട്ടുണ്ട്. സിനിമയുടെ ഒരു വർണ്ണപ്പകിട്ടിനെ അല്പം ചെളിവാരി എറിഞ്ഞൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പല സ്റ്റാറുകളും ഒറിജിനൽ സ്റ്റാർ അല്ല, അവരെ മുഖം മൂടി അവര് വില്ലന്മാരായി വരുന്നവർ ജീവിതത്തിലും വില്ലന്മാരാണ്, സമൂഹത്തിലും വില്ലന്മാരാണ് എന്നുള്ളൊരു ചർച്ച യഥാർത്ഥത്തിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ശരിക്കും താരങ്ങളുടെ മൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർക്ക് സിനിമയിൽ തുടരാൻ പറ്റില്ല, അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുന്നല്ലോ കാണേണ്ടത്. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇതൊരു രണ്ട് തലമുറ എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വെറ്ററൻ ആയിട്ടുള്ള നടന്മാരെല്ലാം വേറൊരു പക്ഷത്തും ഇപ്പൊ യൂത്തിൻ്റെതായ ഒരു പക്ഷവും പിന്നെ ഇത് മിഡിൽ നിൽക്കുന്ന ഒരു പക്ഷമൊക്കെ ഉണ്ട്. ഇപ്പൊ പൃഥ്വിരാജ്, ജയസൂര്യ പോലെയുള്ള കുറെ ആൾക്കാർ ഒരു മധ്യ തലമുറയിലും, മോഹൻലാൽ, മമ്മൂട്ടി പറയുന്ന പോലെയുള്ള ഈ സിദ്ദിഖ് അടക്കമുള്ള ആളുകളൊക്കെ വേറൊരു തലം, സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ മറ്റു തലം, ജയറാം അടക്കമുള്ള മറ്റു തലം, ഈ താഴെ ഇപ്പൊ യൂത്തിൻ്റെതായ ഒരു കുറെ ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രേമലു പോലുള്ള സിനിമകളൊക്കെ ഭയങ്കരമായി ആഘോഷിക്കപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഈ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് സിനിമയിലേക്ക് കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് കടന്നു വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ പുതിയ തലമുറ ഇതൊന്നും ശ്രദ്ധിക്കുന്നതാണ്. ഈ പറയുന്ന ആരോപണങ്ങൾ പോലും ഇപ്പം പലർക്കും മയക്കുമരുന്ന് ആരോപണം ഒക്കെ വരാറുണ്ട്. ഈ മറ്റു തരത്തിലുള്ള ഈ പുതിയ കാലത്തിനനുസരിച്ച് എല്ലാ മാലിന്യങ്ങളും പുതിയ സിനിമാക്കാരിലുണ്ട് എന്നൊരു ആരോപണമുണ്ട്. പക്ഷെ അവരൊന്നും അതിൽ ശ്രദ്ധിക്കാതെ അവരെന്താണോ ഏറ്റെടുക്കുന്നത് അവർ ആ മീഡിയത്തിൽ മാത്രം ശ്രദ്ധിക്കുക. അല്ല, അതിൽ കുറച്ചുകൂടി ഗുണകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും സിനിമയിൽ 2 തരം സിനിമയാണ്. അപ്പോൾ ഒന്ന് സിനിമയിൽ നേരിട്ട് വരുന്നവരുണ്ട്, മറ്റൊന്ന് ഗുരുകുല സമ്പ്രദായത്തിൽ സിനിമ പഠിച്ചു വരുന്നുണ്ട്. ഈ ഗുരുകുല സമ്പ്രദായത്തിൽ വരുന്നവരാണ് പരമ്പരാഗതമായുള്ള പല ദുശ്ശീലങ്ങളും പകർത്തുന്നത്. ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള ലൈംഗിക ചൂഷണമൊക്കെ വരുന്നതൊക്കെ അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അങ്ങനെയാണ് പഴയ തലം നമ്മൾ അങ്ങനെയാണല്ലോ കേട്ട് വളർന്നിട്ടുള്ളത്. സിനിമ പിടിക്കണ ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങളെ പിടിക്കാനുള്ള ഒരു കെണിയാണ്, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ആകർഷിപ്പിക്കാനുള്ള കെണിയാണ് എന്ന രീതിയിലാണ്. പിന്നെ പഴയ തലമുറയെ കുറിച്ചും ഇപ്പൊ കാണുന്ന കഥകളാണ്. അതിന് മുൻപുള്ള തലമുറകൾ, ആ തലമുറ അങ്ങനെ തന്നെ അത്ര വളരെ ചുരുക്കം ചില ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും തന്നെ അങ്ങനെയാണെന്നൊരു കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പുതിയ തലമുറ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ഗുരുകുല സംവിധാനം അല്ലെങ്കിൽ ആ പാരമ്പര്യ വഴികളിൽ നിന്നൊക്കെ മാറിയിട്ട് സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഒരു സിനിമ പാഷനായി കാണുകയും സിനിമ ചെയ്യണമെന്ന കടുത്ത ആഗ്രഹവും ആരാധനയും പ്രയത്നവും കൊണ്ട് സിനിമയിലേക്ക് വരുന്നവരാണ് പല പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ തന്നെ.
അവർക്ക് സിനിമയാണ് വലുത്. അവർ കാണുന്ന സ്വപ്നം മുഴുവൻ സിനിമയാണ്. നല്ല സിനിമകൾ ഉണ്ടാകുക, അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ അവർ തയ്യാറാകുക, അധ്വാനിക്കുക, അങ്ങനെ നല്ല സിനിമകൾ ഉണ്ടാകുന്നു. ധാരാളം സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ഈ പുതിയ സിനിമകളെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ വേറൊരു ഗുണം വെച്ചാൽ ഇത് ഭാഗ്യം പോലെ പല പുതിയ സിനിമകളും നമ്മളുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറം, നമ്മുടെ തലമുറയുടെ പ്രതീക്ഷകൾക്കപ്പുറം വലിയ വിജയങ്ങളായിട്ട് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരുന്നുണ്ടല്ലോ, വലിയ വിജയങ്ങളായിട്ട്, സാമ്പത്തികമായിട്ട് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പുതിയ തലമുറ ആ ഒരു രീതിയിലേക്ക് മാറുകയും മറ്റ് ഈ പാരമ്പര്യ വഴികളോ ഈ പറഞ്ഞ പോലെ അതൊക്കെ ഉണ്ടാവാം, നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെയും അവരെപ്പോഴും അവർ ഏറ്റെടുക്കുന്ന ജോലിയിൽ വ്യാപൃതരായിട്ടുണ്ട്. അത് മനോഹരമാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിജയം കാണുന്നുണ്ട്, നല്ല സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഈ സംഘടനകളുണ്ട് കുറേ, ഇപ്പം സാങ്കേതിക വിദഗ്ധരുടെ സംഘടന ഫെഫ്ക ഉണ്ട്, ഈ ഉണ്ട്, നിർമ്മാതാക്കൾക്ക് സംഘടനയുണ്ട്, ഫിലിം ചേംബർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. ഇത്രയൊക്കെ സംഘടനകൾ ഉണ്ടായിട്ടും ഈ സ്ത്രീകളുടെ സങ്കടങ്ങൾ കേൾക്കാൻ വേണ്ടി ഈ ഒറ്റ സംഘടനയും ഇല്ല എന്നുള്ളത് വലിയ വിഷമമുണ്ട്. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു സംഭവം നടന്നത്? അമ്മയുടെ കാര്യത്തിലും ഇരയ്ക്കും വേട്ടക്കാരനും ദിലീപ് വിഷയം ഉണ്ടായപ്പോഴും ദിലീപിനെ സംരക്ഷിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടു. ദിലീപിനെ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ദിലീപിനെ താങ്ങി നിർത്തുകയും അപ്പുറത്ത് ഇരയാക്കപ്പെട്ട അതിജീവിത എന്ന് പറയുന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ട് രീതിയിലാണ് അവരുടെ സംഘടന. ഈ WCC ഒക്കെ ഉണ്ടായത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണല്ലോ, സ്ത്രീകൾക്ക് രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണല്ലോ WCC. പക്ഷെ അതിലും ഈ പറഞ്ഞ സ്ത്രീകളുടേതായ ചില കൂട്ടായ്മകൾ ഉണ്ടാകുന്ന സ്വാഭാവിക പ്രക്രിയ പോലെ അതിലും ഒരു ഭിന്നിപ്പും വിയോജിപ്പുകളൊക്കെ ഉണ്ടായി. ജനാധിപത്യപരമായിട്ട് രൂപീകരിക്കപ്പെട്ടതാണെങ്കിൽ പോലും അതിലും ഭിന്നിപ്പുണ്ടായി. പക്ഷെ നമ്മള് അതിന്റെ നെഗറ്റീവുകൾ എത്ര ഉണ്ടെങ്കിലും അതിന്റെ പോസിറ്റീവ് വശമായിട്ട് നമ്മൾ കാണേണ്ട അതൊരു തുടക്കമായിരുന്നു. ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയെ വെക്കാൻ തന്നെ കാരണം എന്ന് പറയുന്നത് WCC നിരന്തരമായ ഇടപെടലുകളുണ്ട്, മുഖ്യമന്ത്രി കണ്ട് നിവേദനം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ LDF സർക്കാർ നേരിട്ട് അങ്ങ് ഒരു സമിതിയെ നിയമിക്കുമെന്നല്ലല്ലോ ഉണ്ടായത്. അപ്പം പിന്നെ ഒന്ന് രണ്ട് സ്ത്രീകള് അതിന് മുന്നിട്ടിറങ്ങി അവര് കാണിച്ചൊരു ചങ്കൂറ്റം, അവർ കാണിച്ചൊരു മനസ്സിനൊക്കെ നമ്മൾ ഈ സമയത്ത് അഭിനന്ദിക്കേണ്ടതാണ്. വിയോജിപ്പുകളുണ്ടാവാം, നമുക്ക് ചില അഭിപ്രായ ഭിന്നതകളുണ്ടാവാം, പക്ഷെ അവരുടെ ഒരു നീക്കമാണ്, അവരുടെ ഒരു ചങ്കൂറ്റമാണ് നമ്മൾ ഇന്ന് കേട്ട രണ്ട് വാർത്തകളടക്കം വന്നെത്തി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ മലയാള സിനിമ ശുദ്ധീകരിക്കപ്പെടും തോന്നുന്നുണ്ടോ ഈ ഒരു വിഷയത്തോടുകൂടി? ഒരു പരിധിവരെ സാധ്യതയുണ്ട്. ഈ മാമൂലുകളും നമ്മുടെ ഈ പാരമ്പര്യ വഴികളും ഈ കുറേ അനാവശ്യ ചിട്ടവട്ടങ്ങളുണ്ടല്ലോ, ഇത് പണ്ട് നമ്മളൊക്കെ ഈ കേട്ടുള്ള പോലെ ഈ ആചാരങ്ങൾ പോലെ കൊട പിടിച്ച് പുറകെ നടക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉപേക്ഷിക്കപ്പെട്ട നമ്മുടെ ഈ നവോത്ഥാനത്തിന്റെ കാലം മാറിയിട്ടും മാറാത്ത ദുശ്ശീലങ്ങളുണ്ട്. അതിനൊക്കെ ഒരു പരിധിവരെ നിയന്ത്രണങ്ങൾ വന്നേക്കാം. അല്ലെ വേറെ കാര്യമുണ്ട് വെച്ചാൽ അങ്ങനത്തെ മാമൂലുകളിൽ ആഹ്ലാദിക്കുകയും അതിനകത്ത് ഇങ്ങനെ കോൾമയർ കൊള്ളുകയും ചെയ്യുന്ന ഈ ഭൂതകാല കുളിരുകളുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഈ തലമുറയോടുകൂടി അങ്ങ് മാറും. പുതിയ പിള്ളേർക്ക് അതൊന്നും വേണ്ട. അവരുടെ കൂട്ടായ്മ അങ്ങനെയല്ലേ. ഈ ഒരാൾ സീനിയറായിട്ട് നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ അടിമകളായിട്ടല്ലേ ബാക്കി എല്ലാവരും വരുന്നത്. ഒരാൾ ആജ്ഞാപിക്കുന്നു, ഷൂവും സോക്സും ഇട്ട് കൊടുക്കണ്ടേ, കാല് നീട്ടി വെക്കുകയുള്ളൂ, സോക്സ് വരെ ഇട്ട് കൊടുക്കണം, ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കണം, കുട പിടിച്ചു കൊടുക്കണം, ഫാൻ ഇങ്ങനെ മുഖത്തിനടുത്ത് ചേർത്ത് പിടിപ്പിക്കണം. അങ്ങനെ ഒരു രാജാവിന് പോലും കിട്ടാത്തത്രയും പരിഗണന കിട്ടിയിട്ടാണ് മറ്റൊരു തൊഴിലിടത്തിലും കിട്ടാത്ത ചില ലോകത്തൊരു തൊഴിലിടത്തും കിട്ടാത്ത സൗകര്യങ്ങളാണ് ഈ തൊഴിലാളികൾ കിട്ടുന്നത്. ഒരു അടിസ്ഥാനപരമായിട്ട് തൊഴിലാണല്ലോ, ഉപജീവന മാർഗ്ഗമാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. അത് കിട്ടിക്കൊണ്ട് അങ്ങനെ തന്നെയാണ്. ഇതിൽ ഇപ്പൊ ഈ ആരോപണങ്ങളൊക്കെ വരുമ്പോഴും മുഖ്യധാരയിലുള്ള നടിമാരൊന്നും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആരോപണമായിട്ടൊന്നും വരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ മെയിൻ സ്ട്രീം നടിമാർക്ക് യഥാർത്ഥത്തിൽ ദുരനുഭവങ്ങൾ ഇല്ല എന്നാണോ നമ്മളത് കരുതേണ്ടത്? ദുരനുഭവങ്ങൾ ഉണ്ടാവാം. നമ്മുടെയൊക്കെ ഒരു ഇത്രയും കാലത്തെ ഒരു മാധ്യമ പ്രവർത്തനങ്ങളും സിനിമയായിട്ടൊക്കെ ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സിനിമ അനുഭവങ്ങളൊക്കെ ബന്ധപ്പെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ നമുക്കറിയില്ല. നമ്മളങ്ങനെ ആരോപണം പറയുന്നത് ശരിയല്ല. പക്ഷെ സിനിമയുടെ ഒരു ലോകത്തെക്കുറിച്ച് ആലോചിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടന്നു പോയ കാര്യങ്ങളാണ്. അവരാരും പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അവരുടെ നിലനിൽപ്പും മാത്രമല്ല അവരുടെ ഒരു നിലവിലുള്ള സ്റ്റാറ്റസിനൊക്കെ കുഴപ്പമുണ്ടാവുന്ന കരുതിയിട്ടായിരിക്കുമല്ലോ. അങ്ങനെ ആവാം. തുറന്നു പറച്ചിലുകൾ ഇല്ലാത്തത്. യഥാർത്ഥ എല്ലാവരും തുറന്നു പറയാൻ, ഞാൻ ഇന്നൊരു സിനിമയിൽ ഉള്ള വളരെ സീനിയറായിട്ടുള്ള വെറ്ററനായിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തനമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എല്ലാ ആളുകളും എല്ലാം തുറന്നു പറയുകയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു സംഘടനയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന്. സിനിമാ സംഘടനകളെല്ലാം പിരിച്ചുവിടേണ്ടി ഒരു തവളി പറഞ്ഞത്. കാരണം അത്രയും വലിയ ആരോപണങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
ഈ പല സംഘടനയുടെയും തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ ഇതിൽ കുറ്റാരോപിതരാവാൻ സാധ്യതയുണ്ട്. അവർക്ക് പിന്നീട് പൊതുജന മധ്യത്തിൽ നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അപ്പം ആ നിലയിലൊക്കെ പോയി കഴിഞ്ഞാൽ മലയാള സിനിമ ശരിക്കും വലിയ ക്രൈസിസിലാവുന്നവർ. അതെ, ശരിയാണ്. പക്ഷെ വേറൊരു കാര്യം, നമ്മൾ ഈ സിനിമ ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം വെച്ചാൽ സിനിമ മേഖല മാത്രമല്ലല്ലോ. അല്ലല്ല, കുറെ കാലങ്ങളായിട്ട് ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത് മാധ്യമ രംഗത്തില്ലേ, രാഷ്ട്രീയ രംഗത്തുണ്ട്, ഉന്നതരായിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥ രംഗത്തില്ലേ, സാധാരണ മനുഷ്യർക്കിടയിൽ, തെരുവിൽ കഴിയുന്ന മനുഷ്യർക്കിടയിലടക്കം ഇതൊരു അതിഭീകരമായൊരു മനോരോഗം പോലെ വളർന്നു. പക്ഷെ ഇതിന് മറ്റ് തൊഴിലിടങ്ങളെ പോലെയല്ല സുബേർ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, ഇതൊരു സ്ഥിരം സ്ഥലത്ത് നടക്കുന്ന ഒരു തൊഴിലല്ല. രണ്ട്, ഈ തൊഴിലിന്റെ ഉടമ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതാരാണ് യഥാർത്ഥത്തിൽ അടുത്ത വർക്ക്, നമ്മളുടെ തൊഴിൽ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് അറിയില്ല, ആരായിരിക്കും അതിന് പണം മുടക്കുന്ന അറിയില്ല. അത് വളരെ അനിശ്ചിതത്വമുള്ളൊരു സ്ഥലം കൂടിയാണിത്. ഇവിടെയാണ് ഈ പലരുടെയും പിന്നിൽ നിഴലൊക്കെ ആയി നിൽക്കുന്ന ആളുകൾക്കാണ് ഇതിന് കൃത്യമായിട്ട് തൊഴിലുള്ളത്. ആരുടെയും ആളായി നിൽക്കാതെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരൊക്കെ വിസ്മൃതിയിലാണ്ടുപോയ ചരിത്രമുണ്ട്. സിനിമയിൽ അങ്ങനെ ഒരു വലിയ വിഷയമുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ പലരും പലതരത്തിൽ കണ്ണടക്കലുകളൊക്കെ നടക്കുന്നത്. ഇത് മുതലെടുക്കുകയും ചെയ്യുന്നു. അപ്പം പ്രൊഡ്യൂസർമാർ വരണം ഇതിന്, അതുപോലെ തന്നെ നല്ല ഡയറക്ടർ വരണം, നല്ല ഒരു സൂപ്പർ സ്റ്റാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെയോ ഒക്കെ ഡേറ്റ് വേണം. ഇങ്ങനെ പലതിനും ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇതിലെല്ലാ കാലത്തും തൊഴിലുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഈ സുരക്ഷയില്ലല്ലോ. എത്രയോ ആളുകൾ ഇപ്പം യഥാർത്ഥത്തിൽ ഒരു സിനിമയിലും ചാൻസ് ഇല്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകളുണ്ട്. മറ്റ് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വിദേശത്തേക്ക് പോയവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ തമിഴിലൊക്കെ പിന്നെയും ഒരുപാട് പ്രൊജക്റ്റ് ഉണ്ടാവും, ഈ ഒരുപാട് നായകനടന്മാരൊക്കെ ഉണ്ട് അവിടെ ഏതാണ്ട് ഒരു 10-70ഓളം ആളുകൾ മെയിൻ സ്ട്രീമിലുണ്ട്. ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്താണ് ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്. അതൊക്കെ കൊണ്ടായിരിക്കില്ലേ ഇത്തരത്തിലുള്ള ഈ വലിയ തരത്തിലുള്ള പീഡനങ്ങളും അല്ലെ ചൂഷണങ്ങളൊക്കെ നിലനിന്ന് പോകാനൊരു കാരണം? സ്വാഭാവികമായിട്ട് അങ്ങനെ നമുക്ക് കരുതാം, ഉറപ്പ് പറയാൻ പറ്റില്ല. അത് ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ കൊഴിഞ്ഞു പോക്കുള്ള വ്യാപകമുണ്ട് സിനിമയിൽ. ഇന്ന് കാണുന്ന നാളെ കാണുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. പിന്നെ മറ്റ് മേഖലകളിലേക്ക് പോകുന്നുണ്ട്. ഈ പിടിച്ചു നിൽക്കുക എന്നൊരു സാധനം ഉണ്ടല്ലോ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സിനിമ, 1-2 സിനിമ കഴിഞ്ഞപ്പോൾ ഒരു ആർട്ടിസ്റ്റായി. ഈ പണ്ട് പോലെ പറയുന്ന വാദമാണ്. പിന്നീട് അവർക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ തുടരാൻ പറ്റാതെ വരുമ്പോൾ പല ഇത്തരത്തിലുള്ള ചില വിട്ടുവീഴ്ചകൾ തയ്യാറാകേണ്ടി വരും. അല്ല, ഇത് നമ്മളൊരു ശരിക്കും പറഞ്ഞൊരു ജീവിതത്തിലെ ചില പ്ലാനിങ്ങിലുണ്ടാകുന്ന പ്രശ്നം കൂടി ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. വലിയ തോതിൽ വലിയ വിലയുള്ള കാറ് മേടിക്കുന്നു, വലിയ വീട് വെക്കുന്നു, അതൊക്കെയാണല്ലോ യഥാർത്ഥത്തിൽ ഓരോ ആളുകളെയും പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത്. അവിടെയാണല്ലോ ഈ പലതരത്തിലുള്ള കോംപ്രമൈസും ഒക്കെ വേണ്ടി വരുന്നത്. അപ്പൊ നമ്മളൊരു ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കാണിക്കേണ്ട ചില മിതത്വങ്ങളുടെ അഭാവം തന്നെയല്ലേ യഥാർത്ഥത്തിൽ? നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് അങ്ങനെ ഒരു മിതത്വമൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഒരു കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും കാണിക്കേണ്ട ചില പിൻവലികളെന്നല്ല എങ്കിലും നമ്മുടെ കാണിക്കേണ്ട ചില മാതൃകകളുണ്ട്. നമുക്ക് നല്ല മാതൃകയില്ല കേട്ടോ. ചൂണ്ടിക്കാണിക്കാൻ നല്ല മാതൃക അപൂർവമാണ് സിനിമയിലൊക്കെ. ചൂണ്ടിക്കാണിക്കാൻ ആരും ഇല്ലല്ലോ. അങ്ങനത്തെ അവസ്ഥ അങ്ങനെ വരുമ്പോഴും ഈ ഒരു കാര്യം ഒരു പ്രധാന ഘടകമായിട്ട് മാറുന്നുണ്ട്, നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈലിൽ വരുന്നുണ്ട്. ഈ ലാസ്റ്റായിട്ട് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ ഇനിയും ഒരുപാട് ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? സാധ്യതയുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ ഈ ഒരുപക്ഷെ നടി അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുന്നവർ അവരുടെ സിനിമകൾ ഏതാണെന്ന് പോലും അറിയില്ല. നടി വെളിപ്പെടുത്തുന്നവരാണ്. കൊച്ചു പടങ്ങൾ വന്നിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഒത്തിരി പേരുകളും ഇനി മുന്നിലേക്ക് വന്നേക്കാം. അത് തന്നെയല്ല, വർഷങ്ങൾക്ക് പിന്നിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും പറയുന്നത്. ഇന്നലെയോ ഇന്നോ നടന്നതല്ല, അതെല്ലാം കൊണ്ടുവരിക. മാധ്യമങ്ങളിലെ ഒരു ജാഗ്രത ഈ വിഷയത്തിൽ, സിനിമ ആയതുകൊണ്ടും വാർത്താ പ്രാധാന്യമുള്ള വിഷയം ആയതുകൊണ്ട് തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും ചെറുകിട മാധ്യമങ്ങളും ഒക്കെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇത്തരം വിഷയങ്ങളെ കൊണ്ടുവരാം. ഇത് നിലനിർത്തിക്കൊണ്ടോ ഈ ടെമ്പോ നിലനിർത്തിക്കൊണ്ട് എല്ലാ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തിന് സാധ്യതയുണ്ട്. സിനിമ കൂടുതലും പ്രതിക്കൂട്ടിലാകാൻ സാധ്യതയുണ്ട്. സിനിമയിലെ പ്രമുഖരെന്ന് നമ്മൾ പറയുന്ന ആൾക്കാരുടെ മുഖങ്ങൾ അഴിഞ്ഞു വീഴാൻ തല ഉരുളും തന്നെയാണ് സുമേരന്റെ. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ സിനിമയിൽ പഴയ പോലെ അല്ല, നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. നമ്മുടെയൊക്കെ തലമുറ ചെറിയ വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർ ആർട്ടിസ്റ്റ് ആയാലും എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. മിക്കവാറും നമുക്കറിയാം IT മേഖലയിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ആളുകൾ
സിനിമയിലേക്ക് വന്നിട്ടുണ്ട് ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം സിനിമയിൽ 2 തലമുറയിലുള്ള ആളുകളുണ്ട്. പഴയ രീതി എന്ന് പറയുന്നത് വെറ്ററൻ ആയിട്ടുള്ള നടന്മാരും അതുപോലെ തന്നെ സംവിധായകരൊക്കെ ഈ പരമ്പരാഗതമായി ശീലിച്ച ചില ശീലങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നു. യുവാക്കളാണെങ്കിൽ അത്തരത്തിലുള്ള ശീലങ്ങളൊന്നും പെടാതെ അവർ മറ്റൊരു സ്റ്റൈലിലൂടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത്, ഇതിനെ ഏതിനാണ് നിലനിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന് ചർച്ച ചെയ്യപ്പെടുന്നതും. എന്തായാലും ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ പുതിയ തലമുറയിലെ സിനിമകൾ നമ്മൾ നല്ല പുതിയ തലമുറയെ തന്നെ വഴിതെറ്റിക്കുന്ന ചില ആശയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്, ട്രെൻഡുകൾ വരുന്നുണ്ട്. അല്ല, ഇതൊക്കെ പണ്ടും ഉണ്ടായിട്ടില്ലേ സിനിമയിലൊക്കെ? പണ്ട് ഹിപ്പി സംസ്കാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് അപകടമാണോ എന്ന് നമ്മൾ സൂചന വഴിതെറ്റിപ്പോകുന്നത് സിനിമ മാത്രം കണ്ടായിരിക്കില്ല, നമ്മുടെ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. സിനിമ വളരെ സ്വാധീനിക്കുന്ന സ്വാധീനിക്കും തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഈ പലതരത്തിലുള്ള ട്രെൻഡുകളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു സിനിമയിൽ കൊണ്ടുവരുന്ന ട്രെൻഡാണ് പിന്നീട് ദീർഘകാലം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതിപ്പം വസ്ത്രങ്ങളായാലും ശരി, നമ്മുടെ ഹെയർ സ്റ്റൈൽ പോലും സിനിമയിലൂടെയൊക്കെയാണ് ഭാഷ വരുന്നത്, എല്ലാവരും ബാധിക്കുന്നത്. ശരിയാണ്. ഇപ്പൊ ഈ അടിപൊളി എന്ന് പറയുന്ന ആളുകൾ, അതുപോലെ തന്നെ സിനിമ സംഭാവിച്ച ഒരുപാട് വാക്കുകളുണ്ട് ആധുനിക നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെ സംഭവിക്കും, ശരിയാണ്. അപ്പം പക്ഷെ അത് തിരിച്ചറിയാവുന്ന സമൂഹം തന്നെയല്ലേ ഉള്ളത്, നമ്മുടെ പഴയ പോലെ അല്ലല്ലോ. ഈ അന്ധമായി സിനിമയെ അനുകരിക്കുന്ന ആളുകളുടെ നമ്മളിത് പറയും. വേറൊരു കാര്യം കൂടി, ഈ കാലവും കടന്നു പോകുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ കാണുന്ന പ്രതിസന്ധിയൊക്കെ സിനിമ മറികടക്കും. വരും ദിവസം സിനിമ ഇതിനേക്കാൾ മനോഹരമായിട്ട് മുന്നോട്ട് വരാനും സാധ്യതയുണ്ട്. സിനിമയെന്നല്ല, ഇപ്പൊ വയനാട് വലിയ ദുരന്തം, ഇന്നലെ മുതൽ വയനാടിന്റെ പുതിയ ചിത്രങ്ങൾ പുറത്തു വന്നു തുടങ്ങി. വയനാട് സ്വാഗതം ചെയ്തുകൊണ്ട് വരുന്നു, ഒരു വലിയ മഹാദുരന്തത്തിന് ശേഷം എന്ന് പറഞ്ഞ പോലെ സിനിമയിലും അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം സിനിമ അത്രയേറെ എല്ലാ മനുഷ്യനെയും സ്വാധീനിക്കുന്നൊരു കലയല്ലേ, സംസ്കാരത്തിന്റെ ഒരു മുഖമല്ലേ. അതെ, തീർച്ചയായും. അപ്പൊ അങ്ങനെ ഉണ്ടാവട്ടെ. ഈ ഏറ്റവും വലിയ ഒരു വിനോദ മാധ്യമമാണ് സിനിമ. ഒരിക്കലും മലയാള സിനിമക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഈ മലയാള സിനിമയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര തന്നെ എന്തൊക്കെയെല്ലാം നമ്മൾ ന്യായീകരിച്ചാലും ഏറെ അപകടകരമാണ്. ഈ ഇൻഡസ്ട്രിയെ ഒരുപക്ഷെ തകർത്തേക്കാവുന്ന തരത്തിലുള്ള പ്രവണതകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചർച്ചകളെല്ലാം സിനിമയെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയായിരിക്കണം, ഒരിക്കലും ഈ ഇൻഡസ്ട്രിയെ തകർക്കുന്നതായിരിക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.